وقفينا على آثارهم بعيسى بن مريم مصدقا لما بين يديه من التوراة وآتيناه الإنجيل فيه هدى ونور ومصدقا لما بين يديه من التوراة وهدى وموعظة للمتقين. കഫൈന എന്ന് വെച്ചാൽ കഫ പിരടി, അതായത് അക്കബിൻ്റെ അർത്ഥമാണ് ഇവിടെ ഉള്ളത്. അക്കബ് എന്ന് വെച്ചാൽ മടമ്പ്, കഫ പിരടി, ഉനുക്ക് കഴുത്ത്, അങ്ങനെയൊക്കെ ആണെങ്കിലും കഫൈന അതിൻ്റെയും ഇതിൻ്റെയൊക്കെ അർത്ഥം തുടർത്തുക എന്നാണ്. അതായത് ഒരാളുടെ മടമ്പിന് പിന്നാലെ തുടർത്തി, അല്ലെങ്കിൽ അയാളുടെ കഴുത്തിൻ്റെ പിന്നാലെ, പിരടിയുടെ പിന്നാലെ തുടർത്തി, അതാണ് അത്ബഅന എന്നർത്ഥം. നാം തുടർത്തി അല ആസാരിഹിം അവരുടെ കാലടിപ്പാടുകൾക്ക് പിന്നാലെ. ആസാർ എന്ന് വെച്ചാൽ കാലടികളാണ്. ആരുടെ? അവർ എന്ന് വെച്ചാൽ അന്നബിയീന പ്രവാചകന്മാരുടെ. അതായത് പ്രവാചകന്മാർ, ഈ പറഞ്ഞ പ്രവാചകന്മാരുടെ ഒക്കെ ശേഷം നാം ആരെ കൊണ്ടുവന്നു? ബി ഈസ ബിൻ മറിയം, മറിയമിൻ്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം റളിയല്ലാഹു അൻഹു എന്നവരെ കൊണ്ടുവന്നു. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി അവർ തന്നെ അംഗീകരിക്കുന്നവരായ നിലക്ക്, ലിമാ ഒന്നിനെ, ബൈന യദൈഹി അദ്ദേഹത്തിൻ്റെ മുമ്പുള്ള ഒന്ന്, ഖബലഹു മാ ബൈന യദൈഹി എന്ന് വെച്ചാൽ ഖബലഹു അതിന് മുമ്പുള്ള. അതെന്തിനാൽ? മിന തൗറാത്തിനെ. അപ്പോൾ തൗറാത്തിനെ എതിർത്തുകൊണ്ടല്ല ബഹുമാനപ്പെട്ട ഈസ അലൈഹി സ്വലാം എന്ന, തൗറാത്തിനെ അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ്. അപ്പോൾ തൗറാത്ത് ആവട്ടെ, ഇഞ്ചീലാവട്ടെ, ഖുർആൻ ആവട്ടെ, എല്ലാത്തിൻ്റെയും അസ്ല് ഒന്നാണ്. അതിലുള്ള മതവിധികൾ, ഫിഖ്ഹിയായിട്ടുള്ള വിധികളും മറ്റും വ്യത്യാസമുണ്ടാകാം. പക്ഷേ എന്നിരുന്നാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉദ്ഘോഷിക്കുക എന്നത് തന്നെയാണ്. അതുകൊണ്ടാണ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി എന്ന് ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറഞ്ഞത്. അതുപോലെ ഖുർആനെ സംബന്ധിച്ചും അങ്ങനെ തന്നെ പറയും. വആതൈനാഹുൽ ഇൻജീൽ നാം അദ്ദേഹത്തിന് ഇൻജീലിന് നൽകി, ഫീഹി ആ ഇൻജീലിലുണ്ട്, ഹുദം മിനൽ ളലാല ദുർമാർഗത്തിൽ നിന്നുമുള്ള സന്മാർഗമുണ്ട്, വനൂറുൻ പ്രകാശവുമുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, നൂറ് എന്ന് വെച്ചാൽ ബയാനിൽ അഹ്കാമി ഹുക്കുമുകളെ ബയാൻ ചെയ്യലാണ്, ശറഈയായ ഹുക്കുമുകളെ വ്യക്തമാക്കലാണ്, വിശദീകരണമാണ് അതിൻ്റെ. മുസദ്ദിഖൻ അതും ഹാല് തന്നെയാണ്. മുസദ്ദിഖൻ ആ തൗറാത്ത് അല്ല, ആ ഇഞ്ചീൽ തന്നെ, നേരത്തെ ഈസാ നബീനെ പറ്റിയാണ് പറഞ്ഞത്, ഇത് ഇഞ്ചീൽ തന്നെ അംഗീകരിക്കുന്ന നിലക്ക്. എന്തിനെ? ലിമാ ബൈന യദൈഹി അതിൻ്റെ മുമ്പുള്ള ഒന്നിനെ. അതെന്തിനാൽ? മിന തൗറാത്തിനെ. ലിമാ ഫീഹ മിനൽ അഹ്കാമി തൗറാത്ത് എന്ന് വെച്ചാൽ ലിമാ ഫീഹ അതിലുള്ള ഒന്ന് കാരണത്താൽ, മിനൽ അഹ്കാമി ഹുക്കുമുകളാൽ, അതിലുള്ള ഒന്നിന് അല്ലേ. ലിമ എന്ന് വെച്ചാൽ ഒന്നിനെ, ഫീഹ തൗറാത്തിലുള്ള ഒന്നിനെ, മിനൽ അഹ്കാമി ഹുക്കുമുകളാൽ. വഹുദൻ ആ തൗറാത്ത് മുസദ്ദിഖുമാണ്, പിന്നെ എന്തുമായിട്ടാണ്? ഹുദൻ സന്മാർഗം നൽകുന്നതായിട്ടാണ് വന്നത്. അങ്ങനെയുള്ള തൗറാത്തിനാണ് നാം നൽകിയത്. പിന്നെ മൗഇലത്ത് സാരോപദേശവുമായിട്ടുള്ള ആർക്ക്? ലിൽ മുത്തഖീങ്ങൾക്ക്. വഖുൽന നാം പറഞ്ഞു, ലിയഹ്കും അഹ്ലുൽ ഇൻജീൽ നമ്മൾ ഓതുമ്പം വല്യഹ്കും അഹ്ലുൽ ഇൻജീൽ എന്നാണ്. അംറ് ഗോയിബൊക്കെ അങ്ങനെയാണ്. നമ്മൾ വൽ അംറു മിൻഹു ലിയുഫ്അൽ എന്നൊക്കെ പറയാറുണ്ട്. ലിതഫ്അൽ, ലിയുഫ്അൽ അതൊക്കെ ഒറ്റയ്ക്ക് പറയുമ്പോഴാണ് അങ്ങനെ പറയുക. അല്ലാതെ അത്ഫ് ചെയ്യുമ്പോൾ വലിയഹ്കും അല്ല വല്യഹ്കും. പക്ഷെ ഇവിടെ ഇപ്പം ബഹുമാനപ്പെട്ട മുഫസ്സിർ ഈ വാവ് എന്താണ്? ആത്തിഫത്താണ്. അതുകൊണ്ട് മാത്തൂഫുൻ അലൈഹിക്ക് ഒരു യോജിച്ച മാത്തൂഫും കൂടെ ബഹുമാനപ്പെട്ട മുഫസ്സിർ വെച്ചു കൊടുത്താണ്. അതുകൊണ്ടാണ് വഖുൽന എന്നതിന് ശേഷം നമ്മൾ ലിയഹ്കും എന്ന് വായിക്കുന്നത്. ശരിക്കും ഖുർആൻ ചേർത്ത് ഓതുമ്പോൾ വല്യഹ്കും എന്നാണ് ഉണ്ടാവുക. എന്തായാലും വഖുൽന അള്ളാഹ് പറയാണ്, നാം പറഞ്ഞു, ലിയഹ്കും അഹ്ലുൽ ഇൻജീലി ഇൻജീലിന്റെ ആളുകൾ വിധിക്കട്ടെ, ബിമാ അൻസലല്ലാഹു ഫീഹി ആ ഇൻജീലിൽ അള്ളാഹ് ഇറക്കിയത് എന്താണോ അത് പ്രകാരം. ആ ഇറക്കിയ എന്തിനാൽ? മിനൽ അഹ്കാമി ഹുക്കുമുകളാൽ. അഫീ ഖിറാഅത്തിൻ മറ്റൊരു ഖിറാഅത്തിലുണ്ട് ബിനസ്ബി യഹ്കുമു എന്നുണ്ട്. അപ്പം വയഹ്കുമു അല്ല വലിയഹ്കുമ എന്നാണ് ഉണ്ടാവും. വലിയഹ്കുമ ഇവിടെ ഇപ്പം വലിയഹ്കും എന്നുള്ളത് അംറ ഗായിബാണ്. മറ്റേ ഖിറാഅത്തിലുള്ളത് വലിയഹ്കുമ ഹുക്കുമ് ചെയ്യാൻ വേണ്ടിയും എന്ന്. വകസ്രി ലാമിഹി ലാമിന് കസ്ർ ചെയ്തിട്ട്, അപ്പം അത്ഫൻ അലാ മാമൂലി ആത്തൈനാഹു എന്നതിന്റെ മാമൂലിന്റെ മേൽ അത്ഫ് ചെയ്തതാണ്. അപ്പൊ ആത്തൈനാഹുൽ ഇൻജീല ഫീ ഹുദം വനൂറും മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി എന്ന് പറഞ്ഞില്ലേ, ആ ലിമാ എന്നതിന്മേൽ അത്ഫ് ചെയ്തിട്ടാണ് ഇവിടെ മറ്റേ ഖിറാഅത്ത് പ്രകാരം വലിയഹ്കുമ അഹ്ലുൽ ഇൻജീലി എന്നുള്ളത്.
വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹ്, അള്ളാഹു ഇറക്കിയ പ്രകാരം ആരെങ്കിലും വിധി കൽപ്പിച്ചില്ലെങ്കിൽ, വിധി നടപ്പാക്കിയില്ലെങ്കിൽ, ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അക്കൂട്ടർ തന്നെയാണ് തെമ്മാടികൾ. വഅൻസൽനാ ഇലൈക യാ മുഹമ്മദു, ഓ മുഹമ്മദേ നാം താങ്കളിലേക്ക് ഇറക്കിയിരിക്കുന്നു, അൽ കിതാബ അഥവാ അൽ ഖുർആന, ഖുർആനിനെ, ബിൽ ഹക്കി യഥാവിധം, മുത്തഅല്ലിക്കും ബി അൻസൽന, ഇത് അൻസലിനോട് ബന്ധപ്പെട്ടതാണ്, കിതാബിനോടല്ല അൻസലിനോട്. അപ്പൊ യഥാവിധം നാം ഇറക്കി. മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി, മാ ബൈന യദൈഹി എന്ന് വെച്ചാൽ ഖബലഹു, ആ ഖുർആൻ തന്നെ അതിന്റെ മുമ്പുള്ളതിനെ വാസ്തവീകരിക്കുന്ന നിലയ്ക്ക്, അംഗീകരിക്കുന്ന നിലയ്ക്ക്. ആ മുമ്പുള്ള എന്തിനാൽ? മിനൽ കിതാബി, കിതാബിനാൽ. കിതാബ് എന്ന് വെച്ചാൽ ഇവിടുത്തെ കിതാബ് അലിഫ്ലാം ജിൻസിന്റെ അലിഫ്ലാമാണ്. അപ്പൊ കിതാബുകൾ ആ മുമ്പുള്ള സമാവിയായ ദൈവികമായ കിതാബുകളൊക്കെ അംഗീകരിക്കുന്നതായ നിലയ്ക്ക്. ഓ മുഹൈമൻ, അത് തന്നെ മുഹൈമിൻ, ഹൈമന എന്ന് വെച്ചാൽ സാക്ഷി നിൽക്കുക എന്നാണ്. സാക്ഷി, റഖീബ്, ഷാഹിദ് എന്നൊക്കെ അർത്ഥം. ഇവിടെ അപ്പോൾ ഷാഹിദ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ആ ഖുർആൻ തന്നെ ഷാഹിദൻ അലൈഹി, അതിന് മുമ്പുള്ളതിനൊക്കെ എന്താണ്? സാക്ഷിയും കൂടിയാണ് ഖുർആൻ. അപ്പൊ അതിനെ ഒന്നും തെറ്റായിട്ട് ഗണിക്കുന്ന എല്ലാത്തിനും ശരിവെച്ചുകൊണ്ട് തന്നെയാണ് ഖുർആനെയും അല്ലാഹ് ഇറക്കിയത്. ഇവിടെ വൽ കിതാബ് എന്ന പദം ബിമാനൽ കുതുബ്, കിതാബുകൾ എന്ന അർത്ഥത്തിലാണ്. ഫഹ്കും ബൈനഹും, ആകയാൽ അങ്ങ് അവർക്കിടയിൽ വിധി തീർപ്പാക്കുക, വിധി നടപ്പാക്കുക. ബൈന അഹ്ലിൽ കിതാബി, അഹ്ലി കിതാബുകാർക്കിടയിൽ, ഇദാ തറാഫഉ ഇലൈക, അവർ അങ്ങയിലേക്ക് പരാതി ഉയർത്തിയാൽ, കേസ് ഫയൽ ചെയ്താൽ, ബിമാ അൻസലല്ലാഹു ഇലൈക, അങ്ങയിലേക്ക് അള്ളാഹു ഇറക്കി തന്നത് പ്രകാരം, വലാ തത്തബി അഹ്വാഅഹും, അങ്ങ് പിൻപറ്റരുത്, അഹ്വാഅഹും അവരുടെ താല്പര്യങ്ങളെ, ആദിലൻ അമ്മ ഒന്നിൽ നിന്നും അങ്ങ് തന്നെ വ്യതിചലിക്കുന്നവരായ നിലയ്ക്ക്. ആ ഒന്നെന്ത്? ജാഅക, അങ്ങേക്ക് വന്ന ഒന്ന്, ആ വന്ന ഒന്ന് എന്തിനാൽ? മിനൽ ഹക്കി, ഹക്കിനാൽ. അപ്പൊ അങ്ങേക്ക് വന്നത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ തൊട്ട് മാറിയിട്ട് അവരുടെ താല്പര്യങ്ങളെ താങ്കൾ പിൻപറ്റാൻ പോകരുത്. ലികുല്ലിൻ ജഅൽന, ജൂതന്മാരാവട്ടെ മുസ്ലിങ്ങളാവട്ടെ ക്രിസ്ത്യാനികരാവട്ടെ ഓരോരുത്തർക്കും ജഅൽന, നാം തയ്യാറാക്കിയിട്ടുണ്ട്, മിങ്കും നിങ്ങളിൽ നിന്നുള്ള ഓരോരുത്തർക്കും, അയ്യുഹൽ ഉമം, ഓ സമൂഹങ്ങളെ, ഓരോ സമൂഹങ്ങൾക്കും നാം തയ്യാറാക്കിയിട്ടുണ്ട്, ശിർഅത്തൻ ഒരു മാർഗത്തെ, ശരീഅത്തൻ ഒരു മാർഗത്തെ, മതമാർഗം എന്ന് വെച്ചാൽ മതനിയമത്തെ. ശരിക്കും ശരീഅത്ത് എന്ന് വെച്ചാൽ അറബി ഭാഷയിൽ വെള്ളം കുടിക്കാൻ കിട്ടുന്ന ആ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഉദ്ദിഷ്ട സ്ഥാനത്തേക്കുള്ള വഴിയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെ ഉദ്ദേശം പാരത്രിക വിജയമാണ്. അതിനുള്ള ഒരുക്കി തന്ന ശരീഅത്ത്, എന്താണ്? മതമാർഗം അല്ലെങ്കിൽ ദൈവീക മാർഗം, അതാണ് ശരീഅത്ത്. അപ്പോൾ ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഹുക്കുമുകളുള്ള ശരീഅത്തിനെ നാം ആക്കിയിട്ടുണ്ട്, സംവിധാനിച്ചിട്ടുണ്ട്. വലാകിൻ, പക്ഷേ, ഫറഖക്കും, അള്ളാഹു നിങ്ങളെ എന്ത് ചെയ്തു? പല പല ഫിർഖത്തുകളാക്കി, സംഘങ്ങളാക്കി. ഫറഖക്കും ഫർഖ, ഓരോരുത്തരെയും ഓരോരോ വിഭാഗങ്ങളാക്കി, അല്ലെ? ഒരു വിഭിന്നമാക്കി അല്ലാഹ്. അതെന്തിനാണ്? ലിയബ്ലുവക്കും എന്ന് വെച്ചാൽ ലിയഖ്തബിറക്കും, നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി. ഫീമാ ആതാക്കും, അവൻ നിങ്ങൾക്ക് നൽകിയതിൽ, മിനശ്ശറാഇ, മതനിയമങ്ങളാൽ, അൽ മുഖ്തലിഫത്തി, വ്യത്യസ്തങ്ങളായ. എന്തിനു വേണ്ടി? ലിയൻളുറൽ മുതീഅ, അള്ളാഹു നോക്കിക്കാണാൻ വേണ്ടി, അള്ളാഹുവിനെ വഴിപ്പെടുന്നവരാര്, മിങ്കും നിങ്ങളിൽ നിന്നും, വൽ ആസിയ, അള്ളാഹുവിനെ എതിര് പ്രവർത്തിക്കുന്നവരാര് നിങ്ങളിൽ നിന്നും എന്നൊക്കെ അള്ളാഹ് നോക്കിക്കാണാൻ വേണ്ടി. അള്ളാഹ്ക്ക് ഇതൊക്കെ അറിയും, പക്ഷെ അള്ളാഹ് കണ്ടു എന്ന് ബാക്കിയുള്ളവർക്ക് ബോധ്യമാവാൻ. ഫസ്തബിക്കുൽ ഖൈറാത്ത്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എന്തായാലും അള്ളാഹ് ഇങ്ങനെയൊക്കെ സംവിധാനിച്ചിട്ടുണ്ട്, നിങ്ങൾ വേഗത്തിൽ മത്സരിച്ച് മുന്നേറണം. അൽ ഖൈറാത്ത്, നന്മകളിലേക്ക്. സാരിഉ ഇലൈഹ, അതിലേക്ക് വേഗത്തിൽ പോകണം. ഇലല്ലാഹി മർജിഉക്കും ജമീഅ, നിങ്ങളുടെ ഒക്കെയും, ജമീഅ നിങ്ങൾ തന്നെ മുഴുവനായ നിലക്ക്, എല്ലാവരുടെയും അടക്കസ്ഥാനം, ബിൽ ബഅസി, പുനർജീവിപ്പിക്കൽ കൊണ്ട് അള്ളാഹുവിലേക്ക് തന്നെയാണ്. ഇലല്ലാഹി, അല്ലെ? ഫയുനബ്ബിഉക്കും, അങ്ങനെ അള്ളാഹ് നിങ്ങൾക്ക് മനസ്സിലാക്കി തരും, പഠിപ്പിച്ചു തരും. ബിമാ കുന്തും ഫീ, ബിമാ എന്തിനെ സംബന്ധിച്ചാണോ, കുന്തും ഫീ നിങ്ങൾ അതിൽ ആയിരുന്നു, ബിമാ ഒന്നിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അള്ളാഹ് അറിയിച്ചു തരും. കുന്തും ഫീ, നിങ്ങളാ ഒന്നിലായിരുന്നു. തഖ്തലിഫൂൻ, അന്യോന്യം അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. മിൻ അംരി ദീനി, ദീനിന്റെ കാര്യത്താൽ. അപ്പൊ അവർ പറയും, വഖാലത്തുൽ യഹൂദു ലൻ യദ്ഖുലൽ ജന്നത ഇല്ലൽ യഹൂദ്,
ക്രിസ്ത്യാനികൾ അങ്ങനെ പറയും, തങ്ങൾ മാത്രമേ സ്വർഗത്തിൽ കയറൂ. നമ്മൾ പറയും നമ്മളാണ് റെഡി. അപ്പം നമ്മൾ തന്നെയാണ് റെഡി. പക്ഷെ ഇങ്ങനെ ഓരോരുത്തർ അഭിപ്രായ വ്യത്യാസത്തിലായിരുന്നു. അപ്പോൾ ഏതായിരുന്നു ശരിയായ അഭിപ്രായം എന്നൊക്കെ അള്ളാഹ് അവിടെ വെച്ച് അറിയിച്ചു തരും. വൈജസി കുല്ലമ്മിങ്കും, നിങ്ങൾ എന്നുള്ള ഓരോരുത്തർക്കും അള്ളാഹു പ്രതിഫലം നൽകും. ബി അമലിഹി, അവൻ്റെ കർമ്മത്തിനനുസൃതമായി. വ അനിഹ്കും ബൈനഹും, അള്ളാഹ് കൽപ്പിക്കുന്നുണ്ട് അങ്ങ് വിധിക്കണമെന്ന്. ബൈനഹും, അവർക്കിടയിൽ. വാനിഹ്ക്കും, അങ്ങ് വിധിക്കാനും. ബൈനഹും, അവർക്കിടയിൽ. ബിമാ അൻസലല്ലാഹ്, അള്ളാഹ് ഇറക്കിയത് പ്രകാരം. വലാ തത്തബി അഹ്വാഅഹും, അവരുടെ താല്പര്യങ്ങളെ അങ്ങ് പിൻപറ്റാൻ പോകരുത്. വഹ്ദർഹും, അങ്ങ് അവരെ ജാഗ്രതയോടുകൂടി സൂക്ഷിക്കുക. അങ്ങ് അവരെ തൊട്ട് ജാഗരൂകനായിരിക്കണം. ലി അല്ലാ യഫ്തിനൂക്ക്, അവര് അങ്ങേ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കാൻ വേണ്ടി. അതായത് യുളില്ലൂക്ക്, അങ്ങേ അവർ പിഴപ്പിക്കാതിരിക്കാൻ വേണ്ടി അവരെ തൊട്ട് അങ്ങ് ജാഗ്രത പുലർത്തണം. അൻ ബഅദി മാ അൻസലല്ലാഹു ഇലൈക്, അള്ളാഹു അങ്ങയിലേക്ക് ഇറക്കി തന്ന ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു ഭാഗം കൊണ്ട്, ഏതെങ്കിലും ഒരു ഭാഗം കൊണ്ട് പിഴപ്പിക്കും. അപ്പം എല്ലാം കൊണ്ട് പിഴപ്പിക്കൂല, ചിലത് കൊണ്ടേ പിഴപ്പിക്കുള്ളൂ. അപ്പോൾ അവർ മുഴുവനായിട്ടും എന്തായിട്ടില്ല, എതിർത്തിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങേ പിഴപ്പിക്കാൻ അവർ നോക്കും. ഫഇൻ തവല്ലവു, അവരെങ്ങാനും തിരിഞ്ഞു പോയി കളഞ്ഞാൽ, അനിൽ ഹുക്കുമിൽ മുനസ്സലി, അവർക്ക് ഇറക്കപ്പെട്ടതായ ആ ഒരു ഹുക്കുമുണ്ടല്ലോ, ദൈവികമായി അങ്ങേക്ക് അള്ള പഠിപ്പിച്ചു തന്നുകൊണ്ട് അവർക്കിടയിൽ വിധി പറയുകയും അവരതിൽ നിന്നും മാറിപ്പോവുകയും ചെയ്താൽ, അറാദു ഗൈറഹു, ആ ഹുക്കുമല്ലാത്ത വേറെന്തെങ്കിലും അവർ ഉദ്ദേശിച്ചാൽ, ഫാലം, അങ്ങ് മനസ്സിലാക്കണം, അന്നമാ യുരീദുല്ലാഹു, അള്ളാഹ് ഉദ്ദേശിക്കുന്ന എന്ത് തന്നെയാണ്, യുസീബുഹും, അവർക്കെന്തെങ്കിലും ബാധ ഉണ്ടാക്കാൻ വേണ്ടിയാണ് അള്ളാഹ് ഉദ്ദേശിക്കുന്നത്, എന്തെങ്കിലും ബാധിപ്പിക്കാനാണ്. ബിൽ ഉഖൂബത്തി, ശിക്ഷ കൊണ്ട്. ദുനിയാവിൽ ശിക്ഷിച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് മുസീബത്ത് നൽകാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം. ബി ബാലി ദുനൂബിഹിം, അവരുടെ പാപങ്ങളിൽ ചിലത് കാരണം. അപ്പം പാപങ്ങളിൽ ചിലത്, അല്ലത്തി എങ്ങനെയുള്ള പാപങ്ങളാണ്, അതൗഹ അവർ ചെയ്ത, അപ്പോൾ അവർ ചെയ്ത ചിലത് എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ എല്ലാത്തിനും ഇവിടെ ശിക്ഷ ഉണ്ടാവില്ല. പക്ഷെ ആഖിറത്തിൽ എല്ലാത്തിനും ശിക്ഷ കിട്ടും, ഇവിടെ ചിലതിന് മാത്രം ശിക്ഷയും കിട്ടും എന്ന് മനസ്സിലാക്കുക. ഒമിൻഹ, അതിൽ തന്നെ പെട്ടതാണ് അത്തവല്ലി, അവരുടെ ഈ പിന്തിരിയൽ. ആ പിന്തിരിയൽ തന്നെ ഒരു പാപമാണ്. അതിൻ്റെ ദുരന്തം അവർക്ക് ഈ ദുനിയാവിൽ തന്നെ ഉണ്ടാകും. വൈജാസിഹിം അലാ ജമീഹ ഫിൽ ഉഖറ, വേണ്ട, വൈജാസിഹിം, അള്ളാഹ് അവർക്ക് പ്രതിഫലം നൽകും. അലാ ജമീഹ, അവരുടെ മുഴുവൻ പാപങ്ങളിലേക്ക് പേരിൽ അള്ളാഹ് പ്രതിഫലം നൽകും. ഫിൽ ഉഖറ എന്ന് വെച്ചാൽ ആഖിറത്തിൽ, മറ്റൊരു ലോകത്തിൽ. വ ഇന്ന കസീറൻ മിനൻ നാസി, ജനങ്ങളിൽ അധികം ആളുകളും തീർച്ചയായും ലഫാസിഖൂൻ, തെമ്മാടികൾ തന്നെയാണ്. അഫ ഹുക്കുമൽ ജാഹിലിയത്തി, ജാഹിലിയൻ കാലത്തിലെ ഹുക്കുമിനെയാണോ യബൂന, അവരാഗ്രഹിക്കുന്നത്. ബില്യാ കൊണ്ട്, അങ്ങനെയുണ്ട്. വത്തായി, താവ് കൊണ്ടാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അർത്ഥം വരും. യത്ലുബൂന മിനൽ മുദാഹനത്തി വൽ മൈലി, മുദാഹന എന്ന് വെച്ചാൽ ദുഹിൻ, അതായത് എണ്ണ തേക്കുക, അതായത് സോപ്പിടുക. അപ്പം സോപ്പിട്ടുകൊണ്ട് അവർ തേടുന്നു. വൽ മയിലെന്ന് വെച്ചാൽ സത്യത്തിൽ നിന്നും അസത്യത്തിലേക്ക് തെറ്റിക്കൊണ്ടു. എപ്പോൾ ഇതാ തവല്ലവു, അവർ മടങ്ങുമ്പോൾ. അപ്പോൾ അവരിങ്ങനെ മുദാഹനയൊക്കെ നടത്തിയിട്ട് സോപ്പിട്ട്, അല്ലെങ്കിൽ സോപ്പിടുക നമ്മൾ മലയാളത്തിൽ പറയാം, സോപ്പിട്ട് കൊണ്ട് അങ്ങനെ തേടുകയും ചെയ്യുന്നു. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ആ മയിൽ സത്യത്തിൽ നിന്ന് അസത്യത്തിലേക്ക് തിരിയൽ. അതെപ്പോഴാണ്? അത് ഇതാത്താവല്ല, അവർ നബിതങ്ങളിൽ നിന്ന് തൃപ്തിയില്ലാതെ അവിടെ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവർ ഈ ജാഹിലിയത്തിലെ ഹുക്കുമിനെയാണോ തേടുന്നത്? ഇത് ഇസ്തിഫാമുൻ, ഇൻകാരിയാണ് അല്ലേ? അവർ ഇതാണോ തേടുന്നത്? അവരിതല്ല തേടേണ്ടതെന്ന അർത്ഥത്തിലാണ് ഇൻകാരി. വമൻ, ആരാ ഉള്ളത്? അതായത് ആരാ ഉള്ളതെന്ന് വെച്ചാൽ ലാഹദ, ഒരാളുമില്ല. അഹ്സനു മിനല്ലാഹി ഹുക്മൻ, ഹുക്മിനാൽ അള്ളാഹുവിനേക്കാൾ നല്ലൊരു വിധി പറയാൻ ഒരാളും ഇല്ല. ലി കൗമിൻ, ഒരു സമൂഹത്തിനും. ഇന്ദ കൗമിൻ, ഒരു സമൂഹത്തിൻ്റെ അടുക്കൽ. യൂക്കിനൂന ബിഹി, എന്തിന്? അള്ളാഹുവിനെ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ അടുക്കൽ, ഒരു സമൂഹത്തിന് ഹുക്കും പറഞ്ഞു കൊടുക്കാൻ അള്ളാഹിനേക്കാൾ ഉഷാറുള്ള ആരാ ഉള്ളത്? ആരുമില്ല. അപ്പം ഹസ്സു ബിദ്ദിക്രി, അല്ലെങ്കിൽ ഹുസ്സു, ഈ യൂക്കിനുകളായ കൗമിനിവിടെ പ്രത്യേകം പറഞ്ഞോ, അല്ലെ, ഹുസ്സു ഇവരെ പ്രത്യേകമാക്കപ്പെട്ട് ബിദ്ദിക്രി പരാമർശിക്കൽ കൊണ്ട്. അതിൽ അന്നഹുമുല്ലദീന യതദബ്ബറൂന, അവരേ ഉള്ളൂ ഈ ഹുക്കുമിനെ പറ്റി ശരിയായിട്ട് ആലോചിക്കുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.